ഈ മനുഷ്യനെ ആൾക്കൂട്ടം അടിച്ചു കൊല്ലുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്നുകൂടി ചേർക്കപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാൾ ഒന്നുകൂടി ശക്തിപ്പെടുത്തി പണ്ട് ചേർത്തത് എന്ന് പറയുന്നതാവും ഉചിതം. നമ്മുടെ തൊട്ടടുത്ത് മംഗളൂരുവിൽ പാലക്കാടുകാരനായ ഒരാൾ ഒരു കളിമൈതാനത്ത് പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്ന് ആരോപിച്ച്, വിളിച്ചതൊന്നും കേട്ടതാരും ഉണ്ടാവില്ല, ആരോപിച്ച് അദ്ദേഹത്തെ അങ്ങ് അടിച്ചു കൊന്നു. എല്ലാവരും കൂടി തിരിഞ്ഞു നടന്നു. രാജ്യദ്രോഹിയാണ്. ഈ രാജ്യത്തെ ഒറ്റുകൊടുത്ത കുറേ മനുഷ്യരുടെ ലിസ്റ്റുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബീഹാറുകാരൻ ഒരാളിനെയും ഈ കഴിഞ്ഞ മണിക്കൂറിൽ പ്രിൻസ് ജോസഫാണ് ആ പോസ്റ്റ് ഇട്ടത്. പ്രിൻസ് ജോസഫ് ആ പോസ്റ്റിൽ പറയുന്നത് പട്ടാള രഹസ്യങ്ങളോ മറ്റോ ചോർത്തിക്കൊടുത്തതിൻ്റെ പേരിൽ ആ പോസ്റ്റ് ഇങ്ങനെയാണ്: വീണ്ടും ചാരപ്പണി, ബീഹാർ സ്വദേശി അറസ്റ്റിലായി. ഏതോ പാകിസ്ഥാൻകാരി അശ്വതി അച്ചുവിന് തലവെച്ച് കൊടുത്തതാണ്. ആരിഫ് ഹുസൈന് ഞെട്ടലില്ല, വിശ്വപ്രതീക്ഷന് ആശങ്കകളില്ല, ഞെട്ടലും വിറയലും കണ്ട ഭാവമേ ഇല്ല, കണ്ണീർ പൊഴിക്കലില്ല, വിഷമഭാരമില്ല. ചാരപ്പണി എന്ന് പറഞ്ഞാൽ നുഴഞ്ഞുകയറ്റമുള്ള വിവരങ്ങളാണോ, അതോ ചുമ്മാ പാകിസ്ഥാൻ ആപ്പുകളുടെ യൂസർ ID കൈമാറൽ മാത്രമാണോ? ഇത് ചോദിച്ചാണ് പ്രിൻസ് ജോസഫ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. 26-കാരനായ സുനിൽ എന്നയാളിനെയാണ് ആർമി ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത്. ഇവരെ ആരെയും ഇതുവരെ ഒരു ജനക്കൂട്ടവും അടിച്ചു കൊന്നിട്ടില്ല. ഒരു ആളിനെയും തൂക്കിക്കൊന്നതിൻ്റെ കഥകളുമില്ല. എന്നാൽ ഇപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ കൊല്ലുമ്പോൾ പറയാൻ ഒരു കാരണമായെന്ന് മാത്രമല്ല, അങ്ങനെ അടിച്ചു കൊന്ന ആ പോസ്റ്റിൻ്റെ അടിയിൽ പോലും ധീരതയോടെ വളരെ ദേശീയ ബോധമുള്ള ആളുകൾ കമൻ്റ് ഇട്ടിരിക്കുന്നത് അത്രേ ചെയ്തുള്ളോ, കുറഞ്ഞു പോയി എന്ന നിലയിലാണ്. വയനാടുകാരനായ അഷ്റഫ് എന്ന് പറയുന്നൊരു പയ്യനാണ്. അവരുടെ സഹോദരൻ പറഞ്ഞത് പുള്ളി അങ്ങനെ വീട്ടിലൊന്നും വരാറില്ല, എന്തൊക്കെയോ മാനസികാസ്വസ്ഥയുണ്ട്, എവിടെയൊക്കെയോ ഇങ്ങനെ കറങ്ങി നടക്കും, ഇടയ്ക്ക് വരും പോകുമെന്നൊക്കെയാണ്. അങ്ങനെയുള്ള കുറേ മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട്. പ്രത്യേകിച്ച് ഈ ഉമ്മയും ഉപ്പയും അച്ഛനും അമ്മയും മരിച്ചു പോയാൽ പിന്നെ ഈ എന്തെങ്കിലും തരത്തിലുള്ള മാനസിക വൈകല്യം നേരിടുന്ന മക്കളുടെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് ആ കുടുംബത്തിലെ സാഹോദര്യ ബന്ധങ്ങളുടെ ഒരു ത്യാഗത്തിന് എത്ര സ്ഥലം വരെ, എത്ര ദൂരം വരെ പോകാമെന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും എന്നതാണ് ഒരു സത്യസന്ധമായ കാര്യം. കാരണം അവർ മരണപ്പെട്ടാൽ പിന്നെ ആരും നോക്കാനുണ്ടാവില്ല. ചിലപ്പോൾ സഹോദരങ്ങളൊക്കെ 1-2 പ്രാവശ്യം കൊണ്ടുപോകും, പിന്നെ അവർക്കും ജീവിക്കണ്ടേ. അത് പ്രത്യേകിച്ച് ദാരിദ്ര്യമുള്ള സ്ഥലങ്ങളിലാണ് ഇത് വലിയ പ്രശ്നം ഉണ്ടാവുന്നത്. ഏതായാലും അങ്ങനെ പോയ ഒരാളിനെ അടിച്ചങ്ങ് കൊന്നു. പറഞ്ഞത് നമ്മുടെ അവിടുത്തെ ആഭ്യന്തരമന്ത്രി പരമേശ്വര ഒക്കെയാണ്. 10-20 പേരെ പിടിച്ചിട്ടുണ്ട്. എന്തായാലും ഈ അടി കൊണ്ട പക്ഷത്തൊരാളേ ഉള്ളൂ, മരിച്ച പക്ഷത്തൊരാളേ ഉള്ളൂ. ബാക്കി എല്ലാവരും അടിച്ച പക്ഷത്താണ്. കാരണങ്ങൾ ഒരുപാടുണ്ട് ഇത്തരം പേരുകാരെ അടിച്ചു കൊല്ലുന്നതിന്. കാളയാണെങ്കിലും പശുവാണെന്ന് പറഞ്ഞാൽ മതി, ഏതെങ്കിലും ആളുകൾ ഏതെങ്കിലും പോസ്റ്റ് ഇട്ടാൽ മതി, പിന്നെ വർഷങ്ങളോളം ജയിലിലിട്ടിട്ട് പുറത്തിറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതുണ്ടായാലും മതി. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ മതിയായതാണ് ധാരാളമായി ഈ ആളുകളെ കൊല്ലാൻ. പശുവിൻ്റെ ഒരു കൊല്ലാനുള്ള അവസരമുള്ളതുകൊണ്ട് പശു തന്നെ വേണമെന്നില്ല, പായോ ഷൂവോ അവൻ കൊണ്ടുപോയാലും അവനെ കൊല്ലുന്നതിന് ഒരു കാരണമില്ല. പശുവിനെ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ മതി. പിന്നെ ആരാണ് ഈ കേസ് നടത്താൻ, ആരാണ് ചോദിക്കാൻ? ആരും മിണ്ടാനില്ലല്ലോ. നമ്മൾ ഇപ്പോൾ പുറത്തുള്ള ആളുകളെയൊക്കെ ശരിയാക്കി നമ്മൾ റെഡിയാക്കിയൊക്കെ നിൽക്കുകയാണ്. പക്ഷേ ഇത് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നതാണ് ഒരു സത്യം. അക്കൂട്ടത്തിലാണ് പാകിസ്ഥാൻ വിളി കുറേ കാലമായിട്ടുണ്ട്. അതൊക്കെ ക്രിക്കറ്റ് കളി നടക്കുമ്പോഴായിരുന്നു. പാകിസ്ഥാൻ്റെ സ്റ്റാറ്റസ് ഇട്ടു, പാകിസ്ഥാൻ്റെ പേര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സന്തോഷിക്കുന്നത്, അല്ലെങ്കിൽ അത് പറയുന്നവരെ ഉപദ്രവിക്കുന്നത്. എന്നാൽ ഇനിയിപ്പോൾ ആർക്കും ഈ പേരുകാരെ അടിച്ചു കൊല്ലാം, എന്നിട്ട് പാകിസ്ഥാൻ മുദ്രാവാക്യം വിളിച്ചു എന്ന് പറഞ്ഞാൽ മതിയാവുന്നതാണ്. അങ്ങനെ ഒരു കാരണം കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടു. കേൾക്കുന്നവരും കേട്ടുകൊണ്ടിരിക്കുന്നവരും പറയുന്നവരുമായ ആർക്കും എപ്പോഴും സംഭവിക്കാവുന്ന ഒരു സാധനമാണ്. ഇതിന് സമാനമായ രീതിയിലാണ് കർണാടകയിൽ കുറേ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ റോഡിൻ്റെ സൈഡിലൊക്കെ കൊണ്ടുവന്ന് പാകിസ്ഥാൻ പതാക വരച്ചു വെച്ചത്. എന്ന് വെച്ചാൽ ആരെങ്കിലും കാണുമ്പോൾ ഇവിടെ താമസിക്കുന്ന ഇന്ത്യക്കാരെല്ലാം പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നവരാണെന്ന് തോന്നി ഒരു കലാപം ഉണ്ടാകുന്നെങ്കിൽ അത് ഗുണകരമാണ്. എല്ലാ സംഗതികളും അങ്ങനെ ഗുണകരമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഗുണകരമായി തീരുന്നെങ്കിൽ ആ ഒരു അവസരം കൂടി ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാനഡയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ തോക്കാനിരുന്ന പാർട്ടി ജയിച്ചത് ട്രംപ് കൊണ്ടാണ് എന്നതാണ് ഒരു സത്യം. കാരണം ട്രംപിൻ്റെ ചില പ്രസ്താവനകൾക്കെതിരെ നിലപാടെടുത്തതുകൊണ്ട് തകർന്നു പോയ ഒരു പാർട്ടി വർദ്ധിത ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നു. അത്തരമൊരു സാഹചര്യം നമുക്കും ഉപയോഗപ്പെടുത്താവുന്ന സാധ്യതകളാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം.